ശ്രീ അഡ്വക്കേറ്റ് സലീൽ കുമാർ, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചത്. ഇതിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അതിജീവിതയുമായി ഉണ്ടായ ബന്ധം ഒരു ഒരു വഴിവിട്ട രീതിയിലുള്ള ബന്ധമാണെന്ന്, പ്രത്യേകിച്ച് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നതെന്നാണ് സെഷൻസ് കോടതി പറയുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? ഇതിന്റെ നിയമവശം എന്തെല്ലാമാണ്? രണ്ടാമത്തെ ചോദ്യം, ഡിജിറ്റൽ എവിഡൻസ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ എവിഡൻസ് പ്രതിക്ക് അനുകൂലമായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചതും ഡിജിറ്റൽ എവിഡൻസിനെ കുറിച്ചായിരുന്നു. ഇതൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, ആദ്യം ഇത് കോടതി കണ്ടെത്തിയത് ഇതൊരു കോൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ഒരു ബന്ധം എന്നാണ് കോടതി അതിനെ കണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ അതൊരു പ്രൈമ ഫേസി റേപ്പ് ആയി വരില്ല. അത് 2019 പ്രമോദ് സൂര്യഭാൻ പവാർ കേസിൽ സുപ്രീം കോടതി നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. റേപ്പ് എന്ന് നിൽക്കണമെങ്കിൽ കൺസെന്റ് ഒബ്റ്റെയിൻ ബൈ ഫ്രോഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ചുള്ള ഇതായിരിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള ഒരു ലൈംഗിക ബന്ധം ഒരിക്കലും റേപ്പിന്റെ പരിധിയിൽ വരില്ല. അതാണ് പത്തനംതിട്ട സെഷൻസ് കോടതി പറഞ്ഞ അതിൽ കോൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് പ്രകാരമാണ് ഈ കേസിൽ ഇത് നടന്നതെന്നും അതുകൊണ്ട് റേപ്പിന്റെ പരിധിയിൽ വരില്ല എന്നാണ് ആ കോടതി അതിനകത്ത് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തതായിട്ട് ഡിജിറ്റൽ എവിഡൻസ് പ്രതിക്ക് അനുകൂലമാണ് എന്നുള്ള ഒരു ഇത് കോടതി കണ്ടെത്തുന്നുണ്ട്. അതായത് പ്രതി ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ചാറ്റുകൾ പ്രതി ഹാജരാക്കുന്നുണ്ട് കോടതിയിൽ. ആ ചാറ്റുകൾ 65B എവിഡൻസ് ആക്ട് പ്രകാരം തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അത് ഒരു ഫോഴ്സ്ഫുൾ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കൺസെന്റ് ഒബ്റ്റെയിൻ ബൈ ഫ്രോഡ് ആണോ എന്ന് അത് പ്രകാരം കാണില്ല. ആ ചാറ്റിൽ അത് കാണില്ല. അതുകൊണ്ടാണ് ആ ഡിജിറ്റൽ എവിഡൻസ് പ്രതിക്ക് അനുകൂലമായ രീതിയിൽ കോടതി കണ്ടെത്തിയത്. അത് 2014 PV അൻവർ വേഴ്സസ് PK ബഷീർ കേസിലും 2020 അർജുൻ പണ്ഡിറ്റ് റാവു കേസിലും സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞ ഒരു സംഭവമാണ്. 65B എവിഡൻസ് പ്രകാരം ഹാജരാക്കുന്ന രേഖകൾ, അത് ചാറ്റോ ഫോൺ കോൾ റെക്കോർഡ്സോ എല്ലാം ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ 65B പ്രകാരം അഡ്മിസിബിൾ എവിഡൻസ് ആയി കണക്കാക്കാം എന്ന് സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഡിജിറ്റൽ എവിഡൻസ് പ്രതിക്ക് അനുകൂലമായി വന്നത്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം പൂർത്തിയായ പ്രതിക്ക്, പ്രത്യേകിച്ച് പോലീസ് അന്വേഷണം പൂർത്തിയായ പ്രതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകേണ്ടതല്ലേ? അതിന്റെ നിയമവശം എന്താണ്? ഒരു കേസിൽ ജാമ്യം കൊടുക്കുന്നതിന് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം കേസിൽ അന്വേഷണം പൂർത്തിയായത് ആണോ എന്നുള്ളത് കൂടി നോക്കാറുണ്ട്. അപ്പോൾ ആ കേസിൽ കോടതി കണ്ടെത്തിയത് അന്വേഷണം സബ്സ്റ്റാൻഷ്യലി പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ ഒരു പ്രതിയുടെ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളതാണ്. കോടതി ഇതിൽ കണ്ടത് പോലീസ് കസ്റ്റഡി കഴിഞ്ഞിട്ടുണ്ട്, സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു കേസിൽ കൂടുതൽ പ്രതിയെ കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് അത് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് 2012 സഞ്ജയ് ചന്ദ്ര വേഴ്സസ് CBI എന്ന കേസിൽ സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ അന്വേഷണം സബ്സ്റ്റാൻഷ്യലി പൂർത്തിയായി കഴിഞ്ഞാൽ പ്രതിക്ക് ജാമ്യം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് കോടതി കണ്ടെത്തിയത്. അതുപോലെ അതിജീവിതയുടെ അഭിഭാഷകൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് ഒന്ന്, അതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇക്കാര്യങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? അതിനെപ്പറ്റി കോടതിയുടെ നിഗമനങ്ങൾ എന്തെല്ലാമായിരുന്നു? അല്ല, പ്രതി എബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, ഇത് പ്രോസിക്യൂഷന്റെ വാദമാണ്. പ്രതിഭാഗമല്ല പറയാം, അത് പ്രോസിക്യൂഷന്റെ വാദമാണ്. ആ പ്രോസിക്യൂഷന്റെ വാദം പ്രതി അബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്നുള്ള രീതിയിലാണ് പ്രോസിക്യൂഷൻ വാദിച്ചതായിട്ട് അതിൽ കാണുന്നത്. അപ്പോൾ അതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത് പ്രതി ഒരു MLA ആണ്, സ്ഥിരതാമസം ഉള്ള ഒരു വ്യക്തിയാണ്, സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പ്രതി അങ്ങനെ എബ്സ്കോണ്ട് ചെയ്യാനുള്ള പിന്നെ
നിയമത്തിന്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അത് 1977 സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് ബൽചന്ദ് എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞതാണ്. അതായത് പ്രതി അബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യത ഇല്ല എങ്കിൽ പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുന്നതാണ് എന്നാണ് അത് പറഞ്ഞത്. പിന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. അപ്പൊ അത് MLA ആയതുകൊണ്ട് സാക്ഷികളെയൊക്കെ സ്വാധീനിക്കാൻ പറ്റും എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. അപ്പൊ ഇത് കോടതി പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളിൽ കോടതി ഈ പറഞ്ഞ പ്രതി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില വ്യവസ്ഥകൾ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് കണ്ടീഷൻസ് വെച്ച് കഴിഞ്ഞാൽ അത് കോടതിക്ക് തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. ആ രീതിയിൽ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പറ്റാത്ത രീതിയിൽ ചില കണ്ടീഷനോ വ്യവസ്ഥകളും ജാമ്യ ഓർഡറിൽ തന്നെ പറയുകയാണെങ്കിൽ അതുവഴി നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് കോടതി അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടായിരത്തി ആ പറഞ്ഞോളൂ. അത് പറഞ്ഞിരിക്കുന്നത് 2019 പി ചിദംബരത്തിന്റെ ED ആയിട്ടുള്ള ഒരു കേസുണ്ട്. ആ കേസിൽ പി ചിദംബരത്തിന് ജാമ്യം കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കണ്ടീഷൻ വെച്ചു കഴിഞ്ഞാൽ പ്രതി എത്ര സ്വാധീനം ചെയ്യുന്ന ആളാണെങ്കിലും അവരെ നിയന്ത്രിക്കാൻ കോടതിക്ക് പറ്റും എന്നാണ് ചിദംബരത്തിന്റെ കേസിൽ അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. 2019 പറഞ്ഞു. അത് ആ റൂൾ വെച്ചിട്ടാണ് ഇവിടെയും ജാമ്യം കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ MLA ആയാലും പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അതുപോലെ മുൻ അതിജീവിതമാരുടെ പരാതി നമുക്കറിയാം. ആദ്യ അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചപ്പോൾ കോടതി പറഞ്ഞത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്നാണ്. രണ്ടാമത്തെ അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചപ്പോൾ കോടതി പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റർ കെട്ടുകഥ എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ മുൻ അതിജീവിതമാരുടെ പരാതിയിൽ കോടതിയുടെ നിലപാടെന്താണ്? അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രതിയെ കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? അത് കസ്റ്റഡിയിൽ വെക്കുന്നത് തടവിൽ വെക്കുന്നതും വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്നതിന് തുല്യമല്ലേ? ഒരു പ്രതിയെ ആവശ്യമില്ലാതെ കസ്റ്റഡിയിൽ വെക്കുന്നത് തീർച്ചയായും അത് നീണ്ട പ്രീ ട്രയൽ ഡിറ്റൻഷനിൽ വെക്കുന്നത് ആർട്ടിക്കിൾ 21 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21ന്റെ വ്യക്തമായ ലംഘനമാണ്. അതിന്റെ ഒരു ആവശ്യം ഇല്ല എന്ന് കോടതിക്ക് തോന്നുന്ന സാഹചര്യങ്ങളിലാണ് പ്രതിക്ക് സാധാരണ കോടതി ജാമ്യം അനുവദിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രവുമല്ല 1978 ഒരു സുപ്രീം കോടതി വിധി പറഞ്ഞത് ജാമ്യം എന്നതുള്ളതാണ് അടിസ്ഥാന തത്വം, അല്ലാതെ തടങ്കൽ എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായി കഴിഞ്ഞാലും ഒരാളുടെ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 21 പ്രകാരം ഭരണഘടന കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ ജയിൽവാസം. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണയായി എല്ലാ കേസുകളിലും പറ്റാവുന്ന കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്ത് ജാമ്യം കൊടുക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറയുന്നത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം പ്രതിയെ കൊടുക്കാൻ കാരണമായിട്ടുണ്ടോ? ജാമ്യത്തിന്റെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്താണ് അതുമായി ബന്ധപ്പെട്ട പൊതുവിലെ നിയമതത്വങ്ങൾ? ഒരു കേസിൽപ്പെട്ട ആള് MLA ആണ് എന്നതുകൊണ്ടും മറ്റു സാഹചര്യങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായ ഒരു പരാതി ആണ് എന്ന് ഒരു സംശയം കോടതി പ്രകടിപ്പിക്കുന്നതായിട്ട് ഉണ്ട്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പരാതി ആണോ എന്നുള്ള രീതിയിൽ കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന് സമാനമായത് 1992 സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് ഭജൻലാൽ എന്ന കേസിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാലെ ഒരാളെ കൊടുക്കുന്നതായി കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുന്നതാണെന്നുള്ള രീതിയിൽ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലും ആയിരിക്കാം അത് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അവസാനമായി നമുക്കറിയാം സ്ത്രീ സൗഹൃദ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന കാര്യമാണ്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെ എടുക്കാം. മാത്രമല്ല കോഴിക്കോട്ടെ ഗോവിന്ദാപുരത്തെ സംഭവം അറിയാം, കണ്ണൂർ രാമന്തളിയിലെ സംഭവം അറിയാം. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ഗോവിന്ദാപുരത്തെ ഷിംജിത മുസ്തഫ ഇപ്പോഴും ജയിലിലാണ്. അതുപോലെ കണ്ണൂർ രാമന്തളിയിലെ സംഭവവും വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവങ്ങളാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്,
അവസാനമായി ചോദിക്കുകയാണ്, സ്ത്രീ സൗഹൃദ നിയമങ്ങൾ സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയില് അതിനെ എങ്ങനെ തടയാൻ കഴിയും? തീർച്ചയായും ഇന്നിപ്പോ കൂടുതലായി കണ്ടുവരുന്നത് സ്ത്രീ സൗഹൃദ നിയമങ്ങൾ ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിക് എന്താണെന്ന് വെച്ചാൽ സ്ത്രീ സൗഹൃദ നിയമങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ആർട്ടിക്കിൾ 15 ക്ലോസ് 3 പ്രകാരം ഉള്ള ഉപവകുപ്പ് പ്രകാരമാണ്. ആർട്ടിക്കിൾ 14 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യമായ നിയമ സംരക്ഷണം നൽകുമെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 15 പ്രകാരം ആർക്കും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല, വിവേചനം ഉണ്ടാവില്ല. സ്ത്രീ പുരുഷ ലിംഗ ഭേദമന്യേ ആർക്കും ഒരു വിവേചനം ഉണ്ടാവില്ല എന്ന് ഇത് പറയുന്നത്. പക്ഷെ അതേ ആർട്ടിക്കിൾ 15ന്റെ സബ് ക്ലോസ് 3 പ്രകാരം പറയുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും അനുകൂലമായ നിയമം ഗവൺമെന്റ് ഉണ്ടാക്കണം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ ബേസിലാണ് ഈ പറഞ്ഞ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അത് ഒരുപാട് ഒരു പരിധി വരെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യമായ ഒരു വിചിന്തനം ആവശ്യമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അത് തന്നെയാണ് കണ്ണൂർ രാമന്തളിയിൽ നടന്നതും കോഴിക്കോട് ഗോവിന്ദപുരത്ത് നടന്നതും. കണ്ണൂർ രാമന്തളിയിൽ ഒരു ഒന്നോ അതിൽ കൂടുതൽ മരണങ്ങളാണ് ഉണ്ടായത്. ഇവിടെ കോഴിക്കോട് ഒരു മരണം, ആത്മഹത്യയാണ് ഉണ്ടായത്. അപ്പൊ അത് സ്ത്രീ സൗഹൃദ നിയമങ്ങളുടെ ഒരു ദുരുപയോഗം കൊണ്ട് തന്നെയാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു കൃത്യമായ ഇടപെടലുകൾ ആവശ്യമായി വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, വെൽക്കം.